ഇന്ന് നമ്മളൊരു വറുത്തരച്ച സാമ്പാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2 മുരിങ്ങയ്ക്ക മതി. പിന്നെ ഒരു കഷ്ണം പടവലങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, പിന്നെ കുറച്ച് 2-3 പച്ച തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, സവോള, കുറച്ച് ബീൻസ്, വെള്ളരി, മത്തൻ, വഴുതനങ്ങ, വെണ്ടയ്ക്ക. ഇനി ഇതൊന്ന് നമുക്ക് സാമ്പാർ പരുവത്തിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം നമ്മളിവിടെ പരിപ്പ് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനതൊരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടതാണ് കേട്ടോ. കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആദ്യമേ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പരിപ്പെല്ലാം കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി കൂടി നമുക്കിതിലേക്കിട്ട് അതുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഈ പച്ചക്കറി കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി, മുരിങ്ങയ്ക്ക, മറ്റുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യമേ ഇതും കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. സാമ്പാറിന് ആവശ്യമായ പുളി നമുക്ക് കുറച്ച് പിഴിഞ്ഞെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു 2 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്ന വറുത്തരച്ച സാമ്പാറായതുകൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ഒന്ന് വറുത്ത് എടുക്കണം. അതിനു മുമ്പ് നമുക്ക് മിക്സിയിൽ ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയതിന് ശേഷം വറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കറക്കിയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ഇനി നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ. നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുത്തിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. നമ്മൾ ഉപ്പെല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയി. ഇനി ചേർത്താലും കുഴപ്പമില്ല. ചൂടൊന്ന് കിട്ടിയാൽ മതി കേട്ടോ വെളുത്തുള്ളിയിൽ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൂടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരിയോ അല്ല നല്ല മുളകോ ഏത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്താൽ മാത്രം മതി. നമുക്ക് ആ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ പൊടികളും എല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇടിയൊക്കെ കുലുങ്ങുന്നുണ്ട്. നല്ല മഴയുണ്ട് ഇവിടെ. കണ്ണൂർ നല്ല മഴയാണ് കേട്ടോ. ആ ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതാ നമ്മുടെ കോഴിയൊക്കെ മരത്തിന് ചുവട്ടിൽ പോയി നിൽക്കുന്നത് ഞാൻ കാണിക്കാട്ടോ. നിങ്ങൾ ഉണ്ടോ? എന്തായാലും കുറേ നാളത്തിന് ശേഷമുള്ള മഴ മണ്ണൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടിയൊക്കെ കുലുങ്ങുന്നുണ്ട്. നല്ല മഴയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തേങ്ങ ഇവിടെ വറുത്തു, പൊടികൾ ചേർത്തു, വെളുത്തുള്ളി ചേർത്തു. ഇനി ഇതൊന്ന് ആറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വീടിൻ്റെ മേളിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒച്ചയാണ് കേട്ടോ ഈ കേൾക്കുന്നത് നിങ്ങൾ.
നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് ആദ്യമേ പൊടിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ അരയ്ക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആദ്യമേ ഒന്ന് വെള്ളം തൊടാതെ നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പാടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി നമുക്കത് അരച്ചെടുക്കാം. ഇനി നമുക്ക് തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യമേ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെൻ്റെ അമ്മമ്മയുടെ സാമ്പാറിൻ്റെ സ്റ്റൈലാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, അമ്മ എനിക്ക് പറഞ്ഞത്. ആ സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഈ സാമ്പാർ വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാമ്പാറാണ്. അതുപോലെ തന്നെ ഗസ്റ്റ് വന്നാലും അവരും പറയും ഇതുപോലെ എനിക്ക് സാമ്പാർ വെച്ച് തരണം എന്ന് പറയും കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ മറ്റേ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. നമ്മളിതിലേക്ക് സവോള ഇട്ടിട്ടുണ്ട്. ബാക്കി വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, തക്കാളി, അച്ചിങ്ങ പയർ അങ്ങനെയല്ലേ പറയാറ്. ഇവിടെയൊക്കെ അച്ചിങ്ങ പയറെന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഈ വഴറ്റുന്നത് നമ്മൾ പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട്, പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, പയർ ഇതെല്ലാം കൂടി ഇട്ടാണ് നമ്മളിപ്പോൾ വഴറ്റുന്നത്. നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്ക് ഈ സാമ്പാർ പച്ചയ്ക്ക് അരച്ചും നമുക്ക് വയ്ക്കാം, വറുത്തരച്ചും വയ്ക്കാം. സാധാരണ സാമ്പാർ പോലെ നമുക്ക് വയ്ക്കാം കേട്ടോ. ഏത് രൂപത്തിൽ വേണേലും നമുക്ക് വയ്ക്കാം. പക്ഷേ കുറച്ചും കൂടി നന്നായിട്ട് ഇരിക്കുന്നത് വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാർ തന്നെയാണ്. അപ്പോൾ അത് ഇതുപോലെ സമയമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണേലും നമുക്ക് ചൂടാക്കി കഴിക്കാം. അഴുക്കൊന്നും ആവില്ല. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയണമെന്നേ ഉള്ളൂ. ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ വറുത്തരച്ച സാമ്പാർ. ദോശയൊക്കെ കഴിഞ്ഞ് നല്ലത് ഇഡ്ഡലിക്കാണ്. പിന്നെ ചോറിന് കഴിക്കാനും പറയണ്ടല്ലോ. എല്ലാത്തിനും നമുക്ക് ഈ വറുത്തരച്ച സാമ്പാർ അടിപൊളിയാണ് കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, എല്ലാം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂടി ചേർക്കാം, അരപ്പ് കൂടി ചേർക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്, കുറച്ച് പച്ചക്കറിയും കൂടി ഉണ്ടായിരുന്നല്ലോ അതിലിട്ട് വേവിച്ചത്, അത് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അതുകൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ തേങ്ങ വറുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കി ചേർക്കണം. ആവശ്യമുള്ളത് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും കൂട്ടാൻ തോന്നുന്നില്ലേ? നല്ല സാമ്പാറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും സൂപ്പർ, ദോശയുടെ കൂടെയും സൂപ്പറാണ്. പക്ഷേ എനിക്കിഷ്ടം ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാനാണ് കേട്ടോ. അങ്ങനെയുള്ള
വറുത്തരച്ചിട്ടുള്ള സാമ്പാറൊക്കെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പം നിങ്ങൾക്കും ഇഷ്ടമാവും. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പം നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ സാമ്പാറിനുള്ള മിക്ക കുഴപ്പങ്ങളും ചിലർക്ക് ശരിയാവാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പുളി പിഴിയില്ലേ, പുളി പിഴിയുമ്പോൾ ആ പുളി നന്നായിട്ട് വേവണം കേട്ടോ. വെന്തില്ലെങ്കിൽ സാമ്പാറിന് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ പുളിയാണ് ഇതിൻ്റെ മെയിൻ. പുളി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ നല്ല സൂപ്പറാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കുമ്പം നന്നായിട്ട് പുളി ഒഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറവിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കാം. ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വറവിടണം. അതിന് നമ്മളൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുക് ഇട്ടു. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളക്, ചെറിയ ഉള്ളി എല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മളെപ്പോഴും കടുക് വറുക്കുമ്പോൾ പകുതി ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോഴേ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വരും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് വെറുതെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടുക് വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളി ഇതെല്ലാം വറവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അങ്ങനെ മൂടി വയ്ക്കണം കേട്ടോ. ഇപ്പം തുറക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാർ തുറക്കാൻ പാടുള്ളൂ. സാമ്പാറൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല കായത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരല്പം ശർക്കര ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. ഇവിടെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വളരെയധികം നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും
എല്ലാ ത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇടിയപ്പത്തിൻ്റെ കൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏതായാലും കുഴപ്പമില്ല. ഇതുപോലെ വറുത്തരച്ച സാമ്പാർ എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.